ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. സൈജു കുറുപ്പ്, വിനായകൻ, സണ്ണി വെയിൻ, വിജയ് ബാബു, ധർമ്മജൻ ബോൾഗാട്ടി എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരന്ന ഈ സിനിമ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 27,45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 31,45 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $5.45 മില്യൺ, അതായത് 51,08 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ 51 കോടിയിൽ 38 കോടി നേടിയെടുത്തതും UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. ഒഫീഷ്യൽ കളക്ഷനായി ചിത്രത്തിന്റെ 87 കോടി പോസ്റ്റർ പുറത്തു വന്നെങ്കിലും ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 82,53 ലക്ഷം രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഒരു മലയാള ചിത്രത്തിന് വേൾഡ് വൈഡ് വീക്കെൻഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനമാണ് ആട് 3 നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എമ്പുരാനാണ്. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 175,60 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 82,53 ലക്ഷം നേടിയെടുത്ത ആട് 3 2ാം സ്ഥാനത്തും 69,25 ലക്ഷം രൂപയുമായി നിലവിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന തുടരും ഇപ്പോൾ 3ാം സ്ഥാനത്തുമാണ്. 4ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. 66,30 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരുന്നത്. പട്ടികയിലെ 5ാം സ്ഥാനം ആട് ജീവിതത്തിനാണ്. 64,14 ലക്ഷം രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിരുന്നത്. ചിത്രത്തിന്റെ 5ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ ഈ സിനിമ 3,55 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 31 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 90 കോടി റേഞ്ചിലുമാണ്. അതേസമയം ചിത്രത്തിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിർമ്മാതാവായ വിജയ് ബാബുവിന്റെ ഭാഗത്തുനിന്ന് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് വിചാരിച്ചതിനപ്പുറമുള്ള ഒരു സാമ്പത്തിക ചെലവാണ് വന്നിട്ടുള്ളത്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ ബഡ്ജറ്റ് 65 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ ഈ സിനിമ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. മാർച്ച് 19 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനായി ആദിത്യ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുപ്രകാരം 761 കോടി രൂപയാണ് ഈ സിനിമ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരുന്നത്. കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരുന്നത് 9,20 ലക്ഷം രൂപയായിരുന്നു. 5ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,07 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 10,27 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 835 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് മാർച്ച് 20 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭീഷ്മർ. ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിവ്യപിള്ള എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 46 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,80,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 48 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മോഹൻലാൽ ആരാധകർ മാത്രമല്ല, ഒരുവിധപ്പെട്ട സിനിമാ പ്രേമികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസിംഗ് ഈ വരുന്ന ഏപ്രിൽ 2 തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിൽ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കും എന്നുള്ള അഭ്യൂഹം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത്. സിനിമയുടെ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ ജന്മദിനം കൂടിയായ മെയ് 21 ആട് 3, ദുരന്തർ 2 എന്നിങ്ങനെ വിവിധ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.